നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് പ്രതീക്ഷിച്ചത്. പക്ഷെ പി സരിൻ വന്നതോടെ മത്സര രംഗത്ത് പ്രകടമായ ചില മാറ്റങ്ങൾ അവിടെ കണ്ടു. ആദ്യം പി സരിനെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കൊത്തിയെടുക്കുന്ന ഇടതുപക്ഷം, തുടർന്ന് സന്ദീപ് വാര്യരെ BJP ക്യാമ്പിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് കോൺഗ്രസ് തിരിച്ചടിച്ചു. പാലക്കാട് ഇത് അങ്ങേയറ്റം ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ്. നേരത്തെ പോളിംഗ് കഴിഞ്ഞ വയനാട്, ചേലക്കര മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താണ്? കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്വഭാവത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പോടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ശ്രദ്ധേയമായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ കോന്നി ഗോപകുമാർ സാർ നമുക്കൊപ്പമുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഈ രാഷ്ട്രീയം എന്താണ് നമ്മോട് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം? ഈ ഉപതെരഞ്ഞെടുപ്പിലെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് സംസ്ഥാന നിയമസഭയിലേക്കും ഒന്ന് പാർലമെന്റിലേക്കുമാണ്, ലോക്സഭയിലേക്കുമാണ്. ഇപ്പം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനോഭാവം അനുസരിച്ച് ചർച്ച ചെയ്യുന്നത് ദേശീയ വിഷയങ്ങളാണ്. അപ്പോൾ ദേശീയ വിഷയങ്ങളെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് വഖഫാണ്. അതാണ് ഒരു ദേശീയ വിഷയമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു പരിധിവരെ വഖഫുണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലുണ്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. അപ്പം 3 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രധാനമായിട്ട് ദേശീയ വിഷയം വരുമ്പോൾ രണ്ടാമത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലും സംസ്ഥാനത്തെ പ്രശ്നങ്ങളുമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ തന്നെ. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ തവണ BJPയുടെ മെട്രോമാൻ ശ്രീധരനോട് അന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് ഒരു ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ചേലക്കരയെ സംബന്ധിച്ച് ഇടതുകോട്ടയെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്നു. ചേലക്കര ഇക്കുറി കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്ന പ്രതീതി പൊതുവെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായി. പക്ഷെ പാലക്കാടാണ് ഇപ്പോൾ ഒരു പക്ഷേ അത്ഭുതങ്ങൾ വിരിയുന്ന ഒരു മണ്ഡലം. അവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചർച്ചകൾ പോലും വഴിമാറിപ്പോയി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളോ സംസ്ഥാന സർക്കാരിന്റെ പരാജയമോ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കുന്നില്ല. മറിച്ച് വളരെ ബാലിശമായ വിവാദങ്ങൾ, നീല ട്രോളി, തൊട്ടിപ്പുറത്ത് സന്ദീപ് വാര്യർ വരെ എത്തി നിൽക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ വിവാദങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്? പാലക്കാട് സുനിമൻ പറഞ്ഞ പോലെ തന്നെ ഒരു നിലവാരമില്ലാത്ത തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് 3 മുന്നണികളും സ്വീകരിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. തുടക്കമിട്ടത് പിണറായി വിജയനാണ്. തൃശ്ശൂർ പൂരം ഇട്ട് കത്തിക്കുകയാണ് തുടക്കത്തിൽ പിണറായി വിജയൻ ചെയ്തത്. തൃശ്ശൂർ പൂരം കലക്കി, അത് മുഖ്യമന്ത്രി തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. തുടർന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് തൃശ്ശൂർ പൂരം ചർച്ച ചെയ്യപ്പെടുമെന്നാണ്. ഒരുപക്ഷെ പിണറായി അത് ബോധപൂർവം പ്രയോഗിച്ചതാവാം. തന്റെ ഭരണ നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ, കേരള സർക്കാരിന്റെ വിലയിരുത്തൽ, ഇത്തരം ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കേണ്ട എന്ന് കരുതി ഒരു പടി മുന്നോട്ട് കയറിയുള്ള ഒരു അടിയായിരുന്നു അത്. അല്ല, അത് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഹ്രസ്വദൃഷ്ടിയോടെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം സ്വീകരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്. അവസാനം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയാണ്. ആ തൃക്കാക്കര നടന്ന തെരഞ്ഞെടുപ്പിലെ ഗവൺമെന്റ് സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ അവിടെയും വിലയിരുത്തപ്പെട്ടത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ 25,000 വോട്ടിന്റെ അതിലും ഭൂരിപക്ഷത്തിനകത്ത് ഉമാ തോമസ് ജയിച്ചു വന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരെ മറ്റപ്രസക്തമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷെ ആത്യന്തികമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴേ 2-3 ഘടകങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഗവൺമെന്റ് ഭരിക്കുന്ന സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാകും ഈ തെരഞ്ഞെടുപ്പ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്, ഈ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ 3 മുന്നണികളെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡിമെറിറ്റും അതും ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാവും ചർച്ചയ്ക്ക്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആദ്യം നമ്മൾ കേട്ടത് തൃശ്ശൂർ പൂര വിവാദമായിരുന്നെങ്കിൽ പൊടുന്നനെ അത് കൊടകര കുഴൽപ്പണത്തിലേക്ക് വഴുതി വീണു. അവിടെ CPM-ഉം BJP-യും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്തി കോൺഗ്രസ് പ്രചരണം കൊഴുപ്പിച്ചു. അതിനു പിന്നാലെയാണ് അർദ്ധരാത്രിയിലെ നീലപ്പെട്ടിക്ക് വേണ്ടിയുള്ള ഒരു റെയ്ഡ്, അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് സന്ദീപ് വാര്യരിൽ എത്തി നിൽക്കുന്നു. ഈ സന്ദീപ് വാര്യരെ ഒരു മാൻട്രേക്ക് എന്നാണ് ഇപ്പോൾ CPM പോലും വിശേഷിപ്പിക്കുന്നത്. ഈ മാൻട്രേക്കിനെ BJP-യിൽ നിന്നെടുത്ത് ഈ സാധനത്തെ പിറ്റേ ദിവസം പാണക്കാട്
തിരുമുറ്റത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അവരൊക്കെ കൂടി എടുത്ത് ഈ ട്രോഫി അകത്ത് കൊണ്ടുപോയി വെച്ച് വാതിലടച്ച് എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ പുറത്തു വന്ന ഈ സന്ദീപ് വാര്യര് പാണക്കാട് കുടുംബത്തെക്കുറിച്ചും തറവാട്ടിനെക്കുറിച്ചും തറവാട്ട് മഹിമയെക്കുറിച്ചും മലപ്പുറത്തിന്റെ പൊക്കിൾക്കൊടി ബന്ധത്തെക്കുറിച്ചും കേരളത്തിന് ഈ പാണക്കാട് തറവാട് ചെയ്ത സംഭാവനകളെ കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ചപ്പോൾ വാസ്തവത്തിൽ ആളുകൾ അന്തം വിട്ടു പോയില്ലേ? അങ്ങനെ ഒരു നിരീക്ഷണത്തില് ഈ സന്ദീപ് വാര്യരെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പഴമൊഴിയാണ്, എമ്പ്രാന്റെ വിളക്കത്ത് വാര്യരുടെ അത്താഴം. അപ്പോൾ വാര്യർ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എമ്പ്രാന്റെ വിളക്കത്താകാൻ എന്നാണ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ സന്ദീപ് വാര്യരെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ രാഷ്ട്രീയ മോഹഭംഗം സംഭവിച്ച് തൂങ്ങിച്ചാവാൻ ഇറങ്ങിയവന് കയറ് പൊട്ടി താഴെ വീട് ചത്തുപോകുക എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ ദാരുണമായ അന്ത്യമായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും സന്ദീപ് വാര്യരെ കാത്തിരിക്കുന്നത് ശോഭനമായൊരു ഭാവിയാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം സന്ദീപ് വാര്യരുടെ ഈ നിലപാട് മാറ്റം ഫലത്തിൽ കോൺഗ്രസിന് ഗുണകരമായി വരും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ കൃത്യമായ മേൽക്കൈ പിന്നെ നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ വന്നപ്പോൾ ഇതെത്രമാത്രം അത് പുറകോട്ട് കൊണ്ടുപോയി, എത്രമാത്രം ഇത് ഇലക്ഷനെ സ്വാധീനിക്കുമെന്ന് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ശരി, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സന്ദീപ് വാര്യർ വരുന്നിടം വരെ ഒരു പ്രധാന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കൃത്യമായ മേൽക്കൈ രാഹുൽ മാങ്കൂട്ടം നേടിയിരുന്നു. ആ ഒരു ട്രെൻഡിൽ പോയായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കാനായിരുന്നു അവിടെ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ കുറിച്ച് ഒട്ടേറെ കംപ്ലൈൻറ്റ്സ് ഉണ്ട്, ചില അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ അദ്ദേഹം ഒരു പ്രസന്റബിൾ കാൻഡിഡേറ്റ് ആയിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അത് ഒരുപക്ഷെ മലമ്പുഴ ആയിരുന്നെങ്കിൽ കുറെ കൂടെ ശോഭിക്കുമായിരുന്നു, പാലക്കാട് അത്രമാത്രം ശോഭിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൃത്യമായി മേൽക്കൈ നേടാൻ രാഹുലിന് കഴിഞ്ഞു. പെട്ടി വിവാദം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുലിന്റെ സ്ഥിതി കുറച്ചുകൂടെ സേഫായി. അതുപോലെ തന്നെ കുഴൽപ്പണ കേസ് വന്നപ്പോഴും കോൺഗ്രസ് പ്രചരണപരമായി ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് വാസ്തവം. പാലക്കാട് സംബന്ധിച്ച് സന്ദീപ് വാര്യരുടെ വരവ് തന്നെയാണ് അങ്ങ് പറയുന്നത് പോലെ ഒരു ടേണിംഗ് പോയിന്റ്. സന്ദീപ് വാര്യരെ കോൺഗ്രസ് അങ്ങോട്ടേക്ക് കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു സവർണ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഉറപ്പിക്കാമെന്ന്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിന് വലിയ ആശങ്ക, ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്ത് സ്വാധീനം ചെലുത്തും, ആ ന്യൂനപക്ഷങ്ങളെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും പാണക്കാട്ടേക്ക് സന്ദീപിനെ എത്തിച്ചത്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അല്ല, സന്ദീപ് വാര്യരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇപ്പൊ സമകാലിക കേരളം കാണുന്നതിൽ ഏറ്റവും മണ്ടനായ രാഷ്ട്രീയക്കാരനാണ് സന്ദീപ് വാര്യർ. കാരണം സന്ദീപ് വാര്യരുടെ പ്രചരണത്തിന് ഫോക്കസ് ചെയ്യേണ്ട വിഷയമേ അല്ല അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഉദാഹരണത്തിന് BJP-യിൽ നിന്നും സന്ദീപ് വാര്യരെ പുറത്താക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക. അതിനകത്ത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരി കൊള്ളാവുന്ന ഒരു നേതാവിനെയും ടോളറേറ്റ് ചെയ്യുന്ന മനോഭാവം BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് പൊതുവേ ഇല്ല, കെ സുരേന്ദ്രന് പ്രത്യേകിച്ചുമില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനമുണ്ട്. തിരുത്തലിന് പാർട്ടി തയ്യാറാകാത്തിടത്തോളം കാലം ഇത്തരം ദുരന്തങ്ങൾ ഇനിയും പാർട്ടിയെ വേട്ടയാടിയെത്തുമെന്നാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ പറയുന്നത്. BJP-യെ അല്ല, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ദുരന്തമാണ്, അവിടെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം കെ സുരേന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു പത്രപ്രവർത്തനം എന്നുള്ളതിൽ സ്വയമന വിലയിരുത്താവുന്ന ഒരു കാര്യമാണ്. ഇവിടെയുള്ള പ്രോബ്ലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ അതർവൈസ് തന്നെ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സന്ദീപ് വാര്യർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യം, അതിനകത്ത് നിന്ന് സന്ദീപ് വാര്യർ ഫൈറ്റ് ചെയ്യണമായിരുന്നു. എന്താണ് BJP-യിൽ സംഭവിച്ചിരിക്കുന്നത്? പക്ഷെ അതിന് അകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് സന്ദീപ് വാര്യർ ഇപ്പോൾ വ്യക്തമാക്കി. അത് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്. നരേന്ദ്രമോദിയൊക്കെ മുമ്പ് താൻ പുകഴ്ത്തി പറഞ്ഞതിൽ ഇപ്പോൾ ഖേദിക്കുന്നു എന്ന രീതിയിൽ സന്ദീപ് വാര്യർ പറഞ്ഞു താൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായാണ് പാണക്കാട് തറവാട് എത്തിയെന്ന്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ തുമ്മിച്ചാകാൻ പോയി കയറുപൊട്ടി വീഴുന്ന മരിക്കുന്ന കാണുന്നത് നമ്മൾ. അപ്പൊ ഈ സന്ദീപ് വാര്യർ പറഞ്ഞത് കേരളത്തിലെ എത്ര ശതമാനം ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കും? കാരണം സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോഴേ ഇവരാരും അവിടെ എത്തി. അതൊക്കെ ക്രൂരമാണ്. അല്ല, ക്രൂരതയല്ല പ്രശ്നം. ഒരു നേതാവ് ഒരു പാർട്ടി വിട്ടു പോകാൻ കാരണമായിട്ട് നമുക്കൂടെ തോന്നണ്ടേ? അല്ല, അത് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും അടുത്തത് കൊണ്ടാണ് ഇറങ്ങിയത്. അത് വ്യക്തിപരമല്ലേ? മറ്റേ സ്നേഹത്തിന്റെ കടയായിരുന്നു, തിരിച്ചറിയാൻ വൈകി. അല്ല, അത് വ്യക്തിപരമല്ലേ? അതെ, സന്ദീപ് വാര്യർക്ക് വ്യക്തിപരമായ ഇത് നിലപാടിന്റെ പ്രശ്നമുണ്ട്. സന്ദീപ് വാര്യർക്ക് പ്രത്യേകിച്ച് ഒരു നിലപാടില്ലായിരുന്നു. ഇത്രയും കാലം ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയായിപ്പോ, അത്രേ ഉള്ളൂ. അപ്പൊ സന്ദീപ് വാര്യർക്ക് നേരത്തെ നിലപാടുണ്ടായിരുന്നില്ലല്ലോ. നിലപാടില്ലായിരുന്നു അല്ലേ സന്ദീപ് വാര്യർ തന്നെ പറയുന്നത്? നിലപാടില്ലാത്ത ഒരാള്
ഇപ്പൊ വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പോയി. എത്ര കാലം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തുടരുന്ന ഉറപ്പുമല്ലോ ഉണ്ടോ? നിലപാടില്ലാത്തവൻ ഒരിക്കലും ഒരു നിലപാട് അത് കെ മുരളീധരൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് തിരിച്ചു പോകരുതെന്ന്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സന്ദീപ് വാര്യരുടെ ഈ മാറ്റം ഫലത്തില് വലിയൊരു മേൽക്കൈ നേടിയിരുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വരവ് പ്രതികൂലമായി ബാധിച്ചു എന്നല്ലാതെ അത് വോട്ടെണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാകും. രാഹുൽ ഇദ്ദേഹത്തിന്റെ വരവ്, സന്ദീപ് വാര്യരുടെ വരവ് പൊതുവെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കിയുള്ളൂ. ഇന്നൊരു ഭീകര പരസ്യം ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുപ്രഭാതം, സിറാജ് തുടങ്ങിയ പത്രങ്ങളില. എന്നിട്ട് ആ പത്രങ്ങൾ വലിയ തോതിൽ സുപ്രഭാതവും സിറാജും ഒക്കെ പ്രിന്റ് ചെയ്ത് ഇപ്പോൾ പാലക്കാട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ സന്ദീപ് വാര്യർ മുൻപ് ഫേസ്ബുക്കിലിട്ട ഓരോ പോസ്റ്റുകളും എടുത്തിട്ട് അലക്കുകയാണ്. ടയർ കഴുത്തിൽ ചുറ്റി കത്തിച്ച് കളയണം, അതുപോലെ തന്നെ ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചപ്പോൾ മരിച്ചുപോയതാണ്. ഇത്തരത്തിലുള്ള ധാരാളം പ്രയോഗങ്ങൾ അതൊക്കെ ആ പത്രം ഒന്ന് വായിച്ചിട്ട് വാസ്തവത്തിൽ നടുക്കിപ്പോയി അതിൻ്റെ അകത്തെ ഓരോ പോസ്റ്റുകളും. ഇതിപ്പോൾ ബോധപൂർവം ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് അവർക്ക് ഗുണമാകുമോ അതോ BJP ക്ക് അനുഗ്രഹമാകുമോ? ഈ പ്രചരണം ഫലത്തിൽ BJP ക്ക് അനുകൂലമാകുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാരണം സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. സന്ദീപ് വാര്യർ എന്താ പറയുന്നത്? അദ്ദേഹം ഇന്നലെ വരെ പുകഴ്ത്തിയിരുന്ന നരേന്ദ്രമോദി മോശമാണെന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ ആദ്യം ഫോക്കസ് ചെയ്ത ഒറ്റ ഒരാളെയാണ്, കെ സുരേന്ദ്രനെ മാത്രമാണ്. കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അവഗണനയാണ് വിട്ടുപോകാൻ കാരണമെന്ന് പറയുന്നത്. അപ്പൊ സന്ദീപ് വാര്യർ തെറ്റിദ്ധരിച്ചത് കെ സുരേന്ദ്രനാണ്, BJP തെറ്റിദ്ധരിച്ചൊരു മണ്ടനാണ് സന്ദീപ് വാര്യർ. അവിടെ തന്നെ തെറ്റിയില്ലേ സന്ദീപ് വാര്യർ? നമ്മുടെ ചർച്ചകൾ പോലും സന്ദീപിലേക്ക് ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് വോട്ടർമാരുടെ ചർച്ച, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു ചൂട് ഒക്കെ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുമോ? ഒരിക്കലും ഇല്ല. കേരളത്തിലെ വോട്ടർമാരെ അവരുടെ സമ്മതിദാനാവകാശം സന്ദീപ് വാര്യരല്ല ഏത് വാര്യർ വന്നാലും അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. സന്ദീപ് വാര്യർ മാറി കോൺഗ്രസിലേക്ക് വന്നു, എന്നാൽ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു വോട്ടർ പാലക്കാടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഒരു ബാധ്യതയായിട്ട് മാറും. അതിന് തർക്കമുള്ള കാര്യമല്ല. മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, മുനമ്പ പ്രശ്നം വലിയ ഒരു സാമൂഹിക ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ചിലരൊക്കെ അതിനെ വർഗീയമായി വഴിതിരിച്ചു വിടുന്നു. നേരത്തെ ഈ സുപ്രഭാതവും സിറാജും ഒക്കെ കട്ടയ്ക്ക് നിലപാട്, AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പത്രം പോലും ശക്തമായ നിലപാടെടുത്തിരുന്നു. അത് വഖഫ് ഭൂമിയാണ്, വഖഫിന് അവകാശപ്പെട്ടതാണ്, അതിലെ 1 ഇഞ്ച് ഭൂമി പോലും ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ഇത്തരം വിവാദങ്ങൾ ഉയർന്നു കത്തുന്ന ഈ കാലഘട്ടത്തിൽ സന്ദീപ് വാര്യരും ന്യൂനപക്ഷവും മുസ്ലിം ലീഗും ഇതൊരു വല്ലാത്ത കുരുക്കിലേക്കല്ലേ കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? ഇടതുപക്ഷം ഓൾറെഡി കുഴിയിൽ ചാടി നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഇതിൽ ബോധപൂർവമായ ചില കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു. മുനമ്പ പ്രശ്നം ആളിക്കത്തണമെന്നും അതിന് മറ്റൊരു മാനം കൈവരിക്കണമെന്നും കൃത്യമായി CPM ഒരു അജണ്ട വെച്ചിരുന്നു. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ ആ അജണ്ട കേരളത്തിൽ നടപ്പാകണമായിരുന്നു. ഇത് അതിനപ്പുറം കോൺഗ്രസ് കൂടി വിട്ടിലാവില്ലേ? അല്ല, ഇവിടെ സുമനെ നമ്മൾ പാലക്കാട് ഇലക്ഷൻ പരിശോധിച്ച് നോക്കുമ്പോഴേ 2016 പാലക്കാട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും NN കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനുമായിട്ടാണ് മത്സരിച്ചത്. അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുകയും 2ാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരികയും ചെയ്തു. NN കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ MP ആയിട്ടിരുന്ന ആളാണ്. കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന, പാലക്കാട് മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ചോദിക്കണം, അത്ര ദയനീയമായ സ്ഥിതിയാണ്. രണ്ടാമതൊന്ന് 2021 വന്ന തെരഞ്ഞെടുപ്പ് ശ്രീധരൻ മത്സരിക്കപ്പെടുക. അവിടെയും ഷാഫി പറമ്പിലും ശ്രീധരനുമായിട്ടാണ് പ്രധാന മത്സരം വന്നത്. CPMന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ പക്ഷേ ഷാഫിയും ശ്രീധരനുമായിട്ടുള്ള വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജ് ഭൂരിപക്ഷം ഒരുപാട് കുറച്ചു കൊണ്ടുവരാൻ ശ്രീധരന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മെട്രോമാൻ എന്നുള്ള നിലയിൽ അതർവൈസ് വെൽ നോൺ ആണ് ശ്രീധരൻ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശോഭാ സുരേന്ദ്രൻ നേടിയ നേട്ടമായാലും ശരി, ശ്രീധരൻ നേടിയ നേട്ടമായാലും ശരി, പൊളിറ്റിക്കൽ വോട്ട് BJPക്കുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാലക്കാട്. അതിന് തർക്കമുള്ള ഒരു കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ എങ്ങനെ CPM 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്? ഇപ്പോൾ CPMന് പറ്റിയ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഈ ഡോക്ടർ സരിനെ കൊണ്ട് അവിടെ നിർത്തിയതാണ്. ഡോക്ടർ സരിന് ആദ്യത്തെ പത്രസമ്മേളനം കാണുന്ന ആളുകൾ തൊട്ട് അറിയാം, ഒരു കോമാളി കഥാപാത്രത്തിനെ പോലാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഇരുത്തിയിരിക്കുന്ന നടന്ന ഒരു പത്രസമ്മേളനം കണ്ടു. അവർ തന്നെ പറയുന്നു, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക. അവസാനം അവർ ഇങ്ങനെ സഹിക്കാതെ ഭാര്യ തന്നെ എണ്ണിച്ചു പോയി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടർ സരിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ശക്തമായ കേഡർ പാർട്ടിയാണ്. അവരേത് സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാലും ഇത്ര ആളുകൾ അവിടെ വരും. ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ഇറക്കിക്കൊണ്ടുവന്ന് നിർത്താൽ ഇത്ര ആളുകൾ അവിടെ പൂക്കളും ഹാരവും ഒക്കെ ആയിട്ട് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ ശേഷി കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ, സരിൻ്റെ പരാജയം വളരെ ദയനീയമായിരിക്കും.
അതെ, പാലക്കാട് BJP-യുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്ത ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ BJP-യുടെ കയ്യിലിരിപ്പ് കൊണ്ട് നേതൃത്വത്തിന്റെ ആ മണ്ഡലം എങ്ങനെ കയ്യിലെടുക്കണമെന്ന അറിവില്ലായ്മ കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ ഇപ്പോൾ കരുതാൻ? തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പം സന്ദീപ് വാര്യര് BJP വിട്ട് പുറത്തു പോയത് കൊണ്ട് BJPക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ BJP വിട്ടു പോയാൽ ഇപ്പൊ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞതൊരു 5% വർദ്ധിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. വർദ്ധിക്കും. കാരണം വെച്ചാല് കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് ജനകീയ അടിത്തറയുള്ള ജനകീയ പിന്തുണയുള്ള എത്ര നേതാക്കന്മാരുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഒരു നേതാവ് പോലും ഇല്ല. അവരുടെ പ്രശ്നം അതാണ്. പക്ഷെ മറുവശത്ത് ഒരു വശത്ത് BJPക്ക് വളരെ ഭദ്രമായ ഒരു സീറ്റ് പാലക്കാട് എന്ന മോഹം ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് മുസ്ലിം വോട്ടുകൾ ശക്തമായുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്, ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദീപ് വാര്യരുടെ നാടകം ഉൾപ്പെടെയുള്ള ഗെയിമുകൾ ഒരു വശത്ത് കോൺഗ്രസ് മറുവശത്ത് ഇടതുപക്ഷവും മാറി മാറി പയറ്റുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഷാഫി പറമ്പിലിന് കുറേയേറെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. അതാണ് അന്ന് ഈ ശ്രീധരൻ തോൽക്കാൻ കാരണമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. ഇക്കുറി ആ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി സരിനും രാഹുൽ മാങ്കൂട്ടത്തിനും ഇടയിൽ വിഭജിക്കപ്പെട്ടാൽ BJPക്ക് നല്ല സാധ്യതയില്ലായിരുന്നു. അല്ല, അങ്ങനെ ഒരു വിഭജനപ്പെടല് സ്വാഭാവികമായും കേരളത്തിന്റെ ആ ഡെമോഗ്രഫി നോക്കിയാല് മുസ്ലിം വോട്ടുകളെ സ്വാഭാവികമായും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കാണ്. അല്ലാതെ അവരവരുടെ വോട്ട് അവർ പാഴാക്കുകയില്ല. അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാര്യമായി ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട മുസ്ലിം വോട്ട് വലിയ വ്യത്യാസമില്ലാതെ കിട്ടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വളരെ നന്ദി ശ്രീ ഗോപകുമാർ. നന്ദി, നമസ്കാരം.